അപ്പോൾ ഇത് രണ്ടും യഥാർത്ഥത്തിൽ പൗരന്മാരുടെ അനുവാദമില്ലാതെ അവരുടെ ഡേറ്റ അവരുടെ പ്രൈവസിയിലേക്ക് എൻക്രോച്ച് ചെയ്യുകയാണ്. ഇത് 2017 പുട്ടസ്വാമി കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ അങ്ങേയറ്റം ലംഘനമാണ്. സുപ്രീം കോടതിയിൽ ജന്തർ മന്ദറിലെ ഡൽഹി പോലീസ് നടത്തിയ ബയോമെട്രിക് നിരീക്ഷണങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ട ARC അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഇത്തരം കേസുകളെല്ലാം തന്നെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്. അദ്ദേഹം ആണ് എൻ്റെ ഈ കേസിലും ഹാജരായത്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞു. ആ പ്രൊട്ടസ്റ്റിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യം, അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് സർക്കാർ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിനെ കൈകാര്യം ചെയ്തത്. ജന്തർ മന്ദറിലേക്ക് പ്രൊട്ടസ്റ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ തുടങ്ങിയിരുന്നു. അതിലേറെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരൻ്റെ സമാധാനപരമായി സംഘടിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള അവകാശമുണ്ട്. ആ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക്, ജനാധിപത്യപരമായ പ്രതികരണങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഫാസിസ്റ്റ് സമീപനമായിരുന്നു കേന്ദ്ര സർക്കാർ സമീപിച്ചത്. അതിലാദ്യം ചെയ്തത് മെറ്റയെ ഉപയോഗപ്പെടുത്തി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രൂപീകരണ ഘട്ടത്തിൽ തന്നെയുള്ള നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള എല്ലാ കോണ്ടൻറ്റുകളും നീക്കം ചെയ്യുകയായിരുന്നു ആദ്യം ചെയ്തത്. അതിന് മെറ്റയാണ് അന്ന് യൂണിയൻ ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തിയത്. അതിനുശേഷം ഇത് പ്രൊട്ടസ്റ്റിലേക്ക് വന്നു. പ്രൊട്ടസ്റ്റിലേക്ക് വന്നപ്പോഴേക്കും ജന്തർ മന്ദറിലും പരിസരങ്ങളിലും അനാവശ്യമായ നിയമവിരുദ്ധമായ പോലീസ് സർവൈലൻസുകൾ കൊണ്ടുവന്നു. അതും കഴിഞ്ഞതിന് ശേഷമാണ് അതിക്രൂരമായ ലാത്തിച്ചാർജ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേട്ട വിദ്യാർത്ഥികൾക്ക് നേരെ അഴിച്ചുവിട്ടത്. ഇതിലൂടെ എല്ലാം ചെയ്യുന്നത് ജനാധിപത്യപരമായി പ്രതികരിക്കാനുള്ള ഒരു പൗരൻ്റെ അവകാശത്തെ ക്രഷ് ചെയ്യാം. അപ്പോൾ ഇത് ഭരണഘടനാ അവകാശങ്ങൾക്ക് മേലുള്ള ലംഘനമാണ്. ബയോമെട്രിക് നിരീക്ഷണ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി. 2 തരത്തിലാണ് ബയോമെട്രിക് നിരീക്ഷണം അവർ ഏർപ്പെടുത്തിയത്. ഒന്ന്, ഒരു വാഹനം, ആ വാഹനത്തിൽ ബയോമെട്രിക് ക്യാമറകൾ, അത്തരം ഡാറ്റ കളക്ഷന് സാധ്യമാകുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർ ശേഖരിച്ചു. മറ്റൊന്ന് സ്പെക്ടക്കിൾസ് വഴിയാണ്. അപ്പോൾ ഇത് രണ്ടും യഥാർത്ഥത്തിൽ പൗരന്മാരുടെ അനുവാദമില്ലാതെ അവരുടെ ഡേറ്റ അവരുടെ പ്രൈവസിയിലേക്ക് എൻക്രോച്ച് ചെയ്യുകയാണ്. ഇത് 2017 പുട്ടസ്വാമി കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ അങ്ങേയറ്റം ലംഘനമാണ്. ഭരണഘടനയുടെ എല്ലാ അവകാശങ്ങൾ, അത് റൈറ്റ് ടു പ്രൈവസി ആകട്ടെ, സമാധാനപരമായി പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള, സംഘടിക്കാനുള്ള, പ്രതിഷേധിക്കാനുള്ള പൗരൻ്റെ അവകാശമാകട്ടെ, അതിനെല്ലാം നേരെയുള്ള കടന്നാക്രമണമാണ്. ഇതിനെതിരെ പാർലമെൻറ്റിനുള്ളിൽ ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചിരുന്നു. തെരുവിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിൽ വന്നിരുന്നു. ആ പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നത്. ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഹർജിയുമായി പോകാനുള്ള കാരണം അതാണ്.